നമസ്കാരം. IPL അവസാന 2 പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. ബംഗളൂരു, പഞ്ചാബ്. ബാക്കി എല്ലാവരും അവരുടെ കിരീട പ്രതീക്ഷകൾ നിലത്ത് വെച്ച് പിന്മാറി അല്ലെങ്കിൽ പരാജയപ്പെട്ട് ഇടയ്ക്ക് വീണുപോയ ടീമുകളാണ്. നമുക്കൊപ്പം ശ്രീ ദിലീപ് രാമേന്ദ്രൻ, ഒപ്പം ഷറഫുദ്ദീൻ TK മീഡിയ വൺ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ദിലീപ് സാറ്, നമ്മൾ പല ടീമുകൾ ഇപ്പം പഞ്ചാബിലേക്കും ബംഗളൂരുവിലേക്ക് എത്തുന്നതിന് മുൻപ് മുംബൈ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും ഒക്കെ തുടക്കം മുതൽ കിരീട പ്രതീക്ഷയുണ്ടായിരുന്ന പല വമ്പന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് പക്ഷേ ഇടയ്ക്ക് മത്സരമാണ്, ഇടയ്ക്ക് പോയി. പക്ഷെ അപ്പോഴും രാജസ്ഥാനും ചെന്നൈയും അവർക്ക് ഇങ്ങനെയൊരു പതനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ചെന്നൈയുടെ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവർ ആ ലേലത്തിൽ വാങ്ങിയ കളിക്കാർ അവരുടെ ആകെപ്പാടുള്ള ആ എക്സ്പീരിയൻസിൽ മാത്രം വിശ്വാസം അർപ്പിക്കണ ഒരു സ്ട്രാറ്റജി, അത് ഇപ്പോഴത്തെ T20 അത് നടക്കില്ല. ചെന്നൈ ഇപ്പോഴും കളിക്കുന്നത് ഒരു 2014-15 ടീമുകൾ കളിച്ചിരുന്ന പോലെ, ആ ഒരു ആദ്യം ഒരു സോളിഡ് ഒരു സ്റ്റാർട്ട്, പിന്നെ പതുക്കെ മുന്നോട്ട് പോവുക. അങ്ങനെ ഇപ്പം അതല്ല. ഇപ്പം ടീമുകൾ 220, 240, 260 അടിക്കാൻ നോക്കണം. അപ്പോൾ ഒരു സെറ്റിലിംഗ് പീരിയഡ് എന്ന് പറഞ്ഞൊരു ഇതില്ല ഇപ്പോഴത്തെ T20. അപ്പോൾ അത് ശരിക്കും ചെന്നൈയുടെ കളിയിൽ കാണാൻ പറ്റും. ആ ഒരു 10 കൊല്ലം പഴക്കമുള്ളൊരു കളിയാണ് കളിക്കാൻ നോക്കിയത്. രാജസ്ഥാൻ എന്ത് സംഭവിച്ചു? രാജസ്ഥാൻ ഇതേപോലെ ലേലത്ത് തുടങ്ങിയതാണ്. ബട്ട്ലറെ വിടാൻ ഒരു കാരണം ഞാൻ കേട്ടത്, കഴിഞ്ഞ സീസൺ പ്ലേ ഓഫിൻ്റെ സമയത്ത് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കാൻ പോയി, അത് കാരണം അവരായിട്ട് തെറ്റിയെന്നാണ്. അത് പക്ഷേ പല കളിക്കാർക്കും പറ്റുന്നതാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ പല കളിക്കാരും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവർക്ക് അതാണ് പ്രയോറിറ്റി. അത് നിങ്ങൾ അവരെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വിചാരിക്കണം ഇതായിരിക്കും സ്ഥിതി എന്നുള്ളത്. പക്ഷെ അത് കാരണം ഒരാളെ ലേലത്തിൽ എടുക്കാതിരിക്കുക, പകരം അവർ റിട്ടേൺ ചെയ്ത ഹെറ്റ്മയർ ഒരു റണ്ണും എടുത്തിട്ടുമില്ല. വളരെ മോശം പ്രകടനമായിരുന്നു. ഓക്കെ, അതായത് അത് മാത്രമല്ല, ഇപ്പം ലക്നൗ ആണെങ്കിലും നമ്മുടെ പല ടീംസും ബോളിങ്ങിൽ തീരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ലക്നൗവിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ബോളിംഗ് ലൈനപ്പ്. കുറേ പരിക്കുകളുണ്ടായിരുന്നു. മയങ്ക് യാദവ് അന്ന് 6 ഓവറായിട്ട് എറിഞ്ഞു പോയി. മോസിൻ ഖാൻ കളിച്ചതന്നില്ല. ആവേശ് ഖാനിന് ഇടയ്ക്ക് പരിക്കായിരുന്നു. രവി ബിഷ്ണോയ് വളരെ ദയനീയമായിട്ടുള്ള പരാജയമായിരുന്നു ഈ സീസൺ. ആകെ ഒരു ദിഗ്വേഷ് രാത്തി മാത്രം ശരിക്കും ബോൾ ചെയ്തു. ബാക്കി പല ടീമുകളിലും അത്, രാജസ്ഥാനും അതെ, ബോളേഴ്സ് ഇല്ല. വിക്കറ്റ് എടുക്കാൻ പണ്ടത്തെ ചെഹലുണ്ടായിരുന്നു, സന്ദീപ് ശർമ്മ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആരെയും കാണാനില്ല ഈ സീസൺ. ഒപ്പം ഡൽഹിയും ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ നിരന്തരം മത്സരങ്ങൾ ജയിച്ചു വന്നൊരു ആദ്യത്തെ 6 5 ജയിച്ച ടീമാണ്. ആദ്യം പ്ലേ ഓഫ് ഉറപ്പിക്കുന്നത് ഡൽഹി ആവുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വീഴ്ചയിലേക്ക് പോകുന്നത്. അത് ഈ ഓപ്പണിംഗ് ഇപ്പം പ്ലേ ഓഫിലെത്തിയ ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ RCBക്ക് കോഹ്ലി, സോൾട്ട്, പഞ്ചാബിന് പ്രഭ്സിമ്രൻ, പ്രിയൻഷാര്യ, ഇവർക്ക് ഗുജറാത്തിന് ഏറ്റവും ബെസ്റ്റ് സായ് സുദർശനും ഗില്ലും. എല്ലാ ടീമിനും അങ്ങനെ ഒരു ഓപ്പണിംഗ് കോമ്പിനേഷൻ. ഡൽഹിക്ക് ഒരു കാലത്തും അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഓപ്പണേഴ്സ്. അത് കാരണം ഒരു പവർ പ്ലേയിലും അവർക്ക് 60-70 റൺ മറ്റു ടീമുകളെ പോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ കളിയും ഒരു ക്യാച്ചപ്പായി തുടങ്ങി. നമ്മൾ മോശമായിട്ട് തുടങ്ങുമ്പോൾ പിന്നെ എല്ലാം ക്യാച്ചിങ് അപ്പാണ് അത് കഴിഞ്ഞാൽ. ഷറഫുദ്ദീൻ, നമ്മൾ MS ധോണി എന്ന് പറയുന്ന ഒരു പേര്, ആ പേര് ചെന്നൈക്ക് വലിയ ആവേശം തന്നെയാണ്. പക്ഷേ ഇത്തവണ മഹേന്ദ്ര സിംഗ് ധോണിയെ കൊണ്ട് ഇങ്ങനെ കല്ലടിപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കളിപ്പിക്കണമായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? തീർച്ചയായും ഈ സീസണിൽ MS ധോണിയുടെ ഒരു മികച്ച പ്രകടനമായിരുന്നു ആരാധകരടക്കം പ്രതീക്ഷിച്ചത്. കാരണം കഴിഞ്ഞ സീസണുകളിൽ നേരത്തെ MS ധോണിൻ്റെ ഒരു മാസ്മരിക പ്രകടനം ഉണ്ടായിരുന്നു. പക്ഷേ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം ഈ സീസണിൽ കാര്യമായിട്ട് കണ്ടു. പിന്നെ മൊത്തം ടീമിൻ്റെ ഒരു പ്രകടനം എടുത്തു നോക്കിയാൽ തന്നെ CSK ഒരു ബാക്ക് ഫുട്ടിൽ പോകുന്ന ഒരു ടീമായിട്ടാണ് ഈ സീസണിലുടനീളം കളിച്ചത്. പിന്നെ അവസാനമാണ് അവർ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ചെറിയ സൂചന നൽകിയത്. ആയുഷ് മാത്രേ, പിന്നീട് ഉർവിൽ പട്ടേൽ, അങ്ങനെ 2-3 ഡൊമസ്റ്റിക്കിലുള്ള കളിക്കാരെ എത്തിച്ചു. പക്ഷേ അപ്പോഴും ധോണിയുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. 7-ാമതായിട്ടും 6-ാമതായിട്ടും എല്ലാം കളിപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നു. ഇടയ്ക്ക് ജഡേജയെ നേരത്തെ ഇറക്കിയിട്ട് ഉള്ളൊരു പരീക്ഷണം നടത്തി. അതും പക്ഷേ വലിയ തോതിൽ വിജയം കണ്ടില്ല. അത്തരത്തിൽ
മൊത്തത്തിൽ ആ ടീമിന് ഒരു സ്ട്രക്ചർ ഇല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു ഈ സീസൺ 18ാം സീസണിലൂടെ നീളം കണ്ടത്. പല ടീമുകൾക്കും ഇപ്പം നേരത്തെ സാറ് തന്നെ പറയുണ്ടായല്ലോ, ലക്നൌവിൻ്റെ ബൗളർമാരില്ലാതെ പോയി. അവരുടെ ഒരു ബാറ്റിംഗ് നേരെ നോക്കി നിക്കോളാസ് പൂരൻ, മിച്ചൽ മാർഷ് തുടങ്ങിയ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ T20യുടെ എന്താ പറയുക പൾസ് അറിഞ്ഞ് ബാറ്റ് ചെയ്യുന്ന ആളുകളാണ്. അത് ലക്നൌവിനെ സംബന്ധിച്ചും ഇത് തന്നെയാണ് ഒരു വിഷയം. അവിടെ ഒരു ബാക്ക് പോയിൻ്റായിട്ട് വന്നത് ഋഷഭ് പന്തിൻ്റെ പൊസിഷനായിരുന്നു. ഋഷഭ് പന്തിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ള കാര്യം ആയിരുന്നു അവരുടെ സീസണിലുടനീളം ബാധിച്ചത്. ഇടയ്ക്ക് ഋഷഭ് പന്തിനെ 5ാം 4ാമതൊക്കെ ഇറക്കി. അതേപോലെ തന്നെ ഓപ്പണിങ്ങിൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. മിച്ചൽ മാർഷ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിലൊക്കെ ഡൽഹിയിലാണെങ്കിലും അത്ര മികച്ചൊരു പെർഫോമൻസ് മാർഷിൽ നിന്നുണ്ടായിട്ടില്ല. പലപ്പോഴും ഇഞ്ചുറിയൊക്കെ പറ്റിപ്പോയ ഒരു കളിക്കാരനാണ്. പക്ഷേ ഈ സീസണിൽ മാർഷ് അതിഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തത്. പക്ഷേ പിന്നീട് മധ്യനിരയിലേക്ക് വരികയാണെങ്കിലും ആയുഷ് ബദോനി അടക്കമുള്ള കളിക്കാരും അവർക്ക് വേണ്ടി നന്നായിട്ട് കളിച്ചു. ഈ സീസണിൽ അവരെ ബാധിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത് ബോളിംഗ് തന്നെയാണ്. ബോളിംഗ് യൂണിറ്റ് നേരത്തെ സാറ് പറഞ്ഞതുപോലെ അവരുടെ മെയിൻ ടാർഗറ്റായിരുന്നു മോസിൻ ഖാനും പിന്നെ ഒരു മയങ്ക് യാദവിൻ്റെയും അഭാവം അവരെ കാര്യമായി തന്നെ ബാധിച്ചു. അതിന് പകരം എത്തിച്ച ഷർദുൽ ഠാക്കൂർ 1-2 മത്സരങ്ങളിൽ പെർഫോം ചെയ്തെങ്കിലും അത് കണ്ടിന്യൂ ആയി ചെയ്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അവരെ ആ ഒരു പ്രധാനമായും അവരെ ആ പെർഫോമൻസിനെ ബാധിച്ചത്. ഈ സാറേ, നമ്മൾ ഹൈദരാബാദ് നമ്മൾ നേരത്തെ പറഞ്ഞു കടലാസിൽ പുലികളായിരുന്നു അവരെല്ലാം. പക്ഷെ കളിക്കളത്തിലേക്ക് വന്നപ്പം പട്ടപ്പൂജ്യമാണ്. ആദ്യത്തെ കുറേ കളിയിൽ ഓപ്പണേഴ്സിന് 1-2 മാച്ചിൽ അഭിഷേക് ശർമ്മ അടിച്ചു. ട്രാവിസ് ഹെഡ് ആദ്യം ഒന്നും ക്ലിക്ക് ചെയ്തില്ല. കഴിഞ്ഞ സീസൺ അതായിരുന്നു അവരുടെ തുരുപ്പ് ഷീറ്റ്. ശരിക്കും ഇവർ രണ്ടുപേരും അടിക്കാൻ തുടങ്ങിയ ഒരു ടീമിനെ അവരെ നിർത്താൻ പറ്റില്ല. പിന്നെ ബോളിംഗ് സൈഡിൽ കമിൻസ് ചില മാച്ചിൽ നന്നായി കളിച്ചു. മുഹമ്മദ് ഷമി വൻതോതിൽ ഫ്ലോപ്പായിരുന്നു. ഇത്രയും ഏകദേശം 11 കോടി കൊടുത്തിട്ട് വാങ്ങിയ കളിക്കാരനാണ്. ഇപ്പം ഇന്ത്യൻ ബോളർമാർക്ക് ഒരു ഗൈഡും കൂടി ആയിട്ടാണ് അവർ ഷമിയെ വാങ്ങിയത്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരന്. ഷമിയെ കൊണ്ട് അവർ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയിട്ടില്ല. ഷമി ഇപ്പം ടെസ്റ്റ് ടീമിൽ നിന്ന് ഷമി പുറത്താകുന്നത് ഈ IPL നടക്കുന്ന സമയത്താണ്. ഫിസിക്കലി ഷമി ഫിറ്റ് അല്ല എന്ന് അല്ല, അത് നമുക്ക് ബോളിങ്ങിൽ തന്നെ കാണാനും പറ്റും. എന്താ വെച്ചാൽ ഷമിയുടെ ബോൾ പണ്ടൊക്കെ എപ്പോഴും പിച്ച് തട്ടിക്കഴിഞ്ഞ ഒരു ബോൾ നിപ്പ് ചെയ്യും എപ്പോഴും. ആ സീം പൊസിഷൻ പണ്ട് നമ്മുടെ ശ്രീശാന്തിലുണ്ടായിരുന്നത് അത് പെർഫെക്റ്റ് സീം പൊസിഷനാണ്. ഇത്തവണത്തെ നമ്മൾ ക്ലോസപ്പ് എടുത്ത് നോക്കിയാൽ സീം ഇങ്ങനെ ഇളകി കളിച്ചിട്ട് ആ പെർഫെക്റ്റ് ആ സ്ട്രേറ്റ് സീം അല്ല. അപ്പോൾ എന്തോ ഒരു ഈ മുട്ടിൻ്റെയൊക്കെ പരിക്ക് പറ്റുമ്പോൾ നമ്മൾ കളിക്കാർ ഓവർ കോമ്പൻസേറ്റ് ചെയ്യും കുറച്ച്. അപ്പോൾ ആക്ഷനിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ട് അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാക്ട് ടെക്നിക്കൽ ഇത് നമ്മളൊരു കോച്ചിനോട് ചോദിക്കേണ്ടി വരും. പക്ഷെ ആ ഒരു സിപ്പ് ഉണ്ടായിരുന്നില്ല ഇത്തവണ. ടീമിൽ നിന്ന് പുറത്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. ഒരു പക്ഷേ IPL സീസണിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഇല്ല. അവർ NCA അവർക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അതാണ്. 5 ദിവസം ഓരോ ദിവസവും 15 ഓവർ വെച്ച് എറിയാനുള്ള ഫിറ്റ്നസ് ഇല്ല ഇപ്പം ഷമിക്കെന്നാണ് NCA എന്നുള്ള റിപ്പോർട്ട്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് ടീമിലേക്കും പരിഗണിക്കാതിരുന്നത് അതെ, അത് ഇത് കാരണമാണ്. ഇതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഈ IPL അങ്ങനെ ഒരു ഒരു സങ്കടം ഉള്ള ഒരു സമയം കൂടിയാണ് ഷമിയെ സംബന്ധിച്ചിടത്തോളം. ടീമിൻ്റെ തുരുപ്പിച്ചീട്ടെന്നൊക്കെ പറയാവുന്ന ഒരു ബൗളർ മാഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഷമിയാണ് നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ 7 വിക്കറ്റ് എടുത്ത് നമ്മളെ ഫൈനലിലേക്ക് ടിക്കറ്റ് തന്ന മുഹമ്മദ് ഷമിയാണ്. അപ്പോൾ ഏത് നിമിഷവും ഷമി തിരിച്ചു വരികയും ചെയ്യാമെന്നുള്ളതാണ്. അടുത്ത T20 ലോകകപ്പിന് മുൻപായിട്ടെങ്കിലും ഷമിയുടെ ഒരു കംബാക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ സാർ, നമ്മൾ അതുപോലെ ചില ടീമുകൾ അപ്രതീക്ഷിതമായിട്ട് മുന്നോട്ട് കയറി വന്ന ടീമുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും അവസാന 2ലേക്ക് എത്താൻ വീണ്ടും ബംഗളൂരുവിന് സാധിച്ചു. ഗുജറാത്ത് അതിൻ്റെ ഒരു ഫൈറ്റിനൊപ്പം ഉണ്ടായിരുന്നൊരു ടീമാണ്. പ്ലേ ഓഫ് ടീമുകൾ 4 ടീമുകൾ, പ്ലേ ഓഫിലെത്തിയ 4 ടീമുകൾ, അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെ നമ്മൾ ഗുജറാത്തിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ 18 കൊല്ലമായി ഇപ്പോൾ IPL കളിക്കണം. ഈ ആദ്യത്തെ 3 കളിക്കാർ സുദർശൻ ഗിൽ, ബട്ട്ലർ, ഇവർ 3 പേരും കൂടി 1947 റണ്ണെടുത്ത്. കൊൽക്കത്ത ആകപ്പാടെ അതിൽ 48 റണ്ണെടുത്ത് ഫുൾ ടീം. അപ്പം ഇങ്ങനെ 3 ആൾ പെർഫോം ചെയ്തിട്ടും കൂടി അവർക്ക് ഫൈനലിൽ എത്താൻ പറ്റിയില്ല. അതിനൊരു കാരണം റഷീദ് ഖാൻ്റെ
ബോളിംഗ് ആണ്, മോശം പെർഫോമൻസ് ആണ്. പിന്നെ സിറാജും പ്രസീദ് കൃഷ്ണയും ആദ്യം നന്നായി തുടങ്ങിയിട്ട് അവസാനം ആ കീ ക്രഞ്ച് മാച്ചസിൽ അവർക്ക് എറിയാൻ പറ്റിയില്ല. അവർക്ക് ശരിക്കും അതൊരു ക്ഷീണം. ഇത്രയും നല്ലൊരു ടോപ്പ് 3 IPL ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ശരിക്കും. മിഡിൽ ഓർഡറും വേണ്ടത്ര ക്ലിക്ക് ആയിട്ടില്ല, അവർക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പൊ അത് കാരണം പെട്ടെന്ന് കളിക്കേണ്ടി വന്നപ്പോ അവർക്ക് ആർക്കും അങ്ങനെ ക്ലിക്ക്. ഷാറുഖ് ഖാൻ, മറ്റേ തെവാട്ടിയ അവരൊക്കെ. ഓക്കെ, മുംബൈ, നമ്മൾ മുംബൈ പറയാതെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. മുംബൈ എന്താണ് ഷർഫുദ്ദീന് തോന്നുന്നത്? മുംബൈക്ക് തൊട്ട് മുന്നിൽ വെച്ചാണ് അവർക്ക് ഇത്തവണ അവർക്ക് നഷ്ടപ്പെടുന്നത്. വലിയ പെർഫോമൻസ് ഒക്കെ അവരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ മുംബൈക്ക് എന്തോ ഒന്ന് സംഭവിച്ചു. മുംബൈ ഈ സീസണിൽ തുടക്കം പരിശോധിച്ചാൽ മുംബൈ തോറ്റുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നീട് മുംബൈ ട്രാക്കിലേക്ക് വരുന്നത് ഒരു 4-5 മത്സരങ്ങൾക്ക് ശേഷമാണ് വിജയത്തിലേക്ക് വന്ന് പിന്നെ അവരെ ഒരു ടീം സ്പിരിറ്റ് മത്സരത്തിനുടനീളം കൊണ്ടുപോയിട്ടുണ്ട്. അവർ ഇപ്പം തിലക് വർമ്മ കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് കളിച്ച ഒരു പ്ലെയറാണ്. ഈ സീസണിൽ തുടക്കത്തിലൊന്നും തിലക് വർമ്മയുടെ ഒരു വലിയ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല. പകരം നമാൻതീർ പോലെയുള്ള പുതിയ കളിക്കാർ വന്നിട്ടാണ് ആ വിടവ് നികത്തിയത്. അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യൻ്റെ ക്യാപ്റ്റൻസി കഴിഞ്ഞ സീസണിൽ ഒരുപാട് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. കാരണം രോഹിത്തിൽ നിന്ന് ഹാർദിക് ക്യാപ്റ്റനായത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ ആരാധകർ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ ഹാർദിക് ആ ക്യാപ്റ്റൻസി വയസ്സിൽ കഴിഞ്ഞ മത്സരത്തിൽ ഒഴിച്ചു നിർത്തിയാൽ ഇതുവരെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തു. ചില ഫീൽഡിംഗ് ചേഞ്ചുകളും പിന്നെ ബുംറയെ കൊണ്ടുവന്ന രീതികളും കഴിഞ്ഞ ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിലെല്ലാം ബുംറയെ ഉപയോഗിച്ച രീതിയൊക്കെ വലിയ രീതിയിൽ മികച്ചു നിന്നിരുന്നു. അതേപോലെ തന്നെ ഈ സീസണിലുടനീളം ആ ഒരു പെർഫോമൻസ് മുംബൈക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പിന്നെ അവസാന നിമിഷം അവർ ഈ പഞ്ചാബിനെതിരെ 2 മത്സരങ്ങളും അവർ തോൽക്കുന്നത് പഞ്ചാബിനെതിരെയാണ്. പഞ്ചാബിനെതിരെയുള്ള പെർഫോമൻസിൽ മാത്രമാണ് അവർക്ക് കുറച്ച് വീക്കായി പോയത്. ബാക്കി ഇപ്പം ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിൽ ക്രൂഷ്യൽ മാച്ചിൽ അവർ വിജയിച്ചു. അതുപോലെ അതിന് മുമ്പ് പ്ലേ ഓഫിലേക്കുള്ള മത്സരങ്ങളിൽ തന്നെ അവർ നല്ല പെർഫോമൻസ് നടത്തിയിട്ട് തന്നെയാണ്. പിന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത് മൊത്തത്തിൽ അവർ ടീം എന്ന നിലയിൽ ഈ സീസണിൽ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. ഭാഗ്യമില്ലാതെ പോയി. ഇനി അടുത്ത സീസണിൽ ഈ ടീമിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ തന്നെ അവർക്ക് ഗംഭീര പ്രകടനം നടത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ മുംബൈയുടെ വമ്പ് അടുത്ത സീസണിൽ നമുക്ക് കാണാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ തുടക്കം പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ടീമുകൾ മുന്നോട്ടേക്ക് കയറി വന്നു. പ്രതീക്ഷിച്ച ഇത്തവണ കപ്പുണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷ അർപ്പിച്ച ടീമുകൾ പട്ടികയുടെ അവസാന തലത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. എന്തായാലും IPL ആവേശം ഫൈനൽ മത്സരത്തോടു കൂടി അവസാനിക്കുന്നതല്ല, അതിൻ്റെ ഒരു അലയൊലികൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ അവശേഷിക്കും. മികച്ച താരങ്ങൾ ഇനിയും ഉയർന്നു വരും. ഇനിയും അടുത്ത വർഷവും നമ്മൾ വീണ്ടും കുട്ടി ക്രിക്കറ്റിനെക്കുറിച്ച്, IPL ആവേശത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.